ഉത്കണ്ഠകളും ആശങ്കകളുമില്ലാത്ത മനുഷ്യരില്ല. ഏതൊരു സാഹചര്യവും നേരിടുമ്പോൾ കുറച്ചൊക്കെ ആകുലതകൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ എങ്ങനെ ആ ആശങ്കകളെ മറികടന്ന് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്ന പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നത്. ശാരീരിക അസ്വാസ്ഥ്യത്തിന്റെയും ഉത്കണ്ഠയുടെയും പ്രധാന കാരണങ്ങളെ അഡ്രസ് ചെയ്യുന്ന ഒരു ക്ലാസിക്കൽ പുസ്തകമാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്നത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉത്കണ്ഠകളെയും നിരാശയെയും ഇല്ലാതാക്കുന്നതിനുള്ള ലളിതവും പ്രാവർത്തികമാക്കാനാവുന്നതുമായ സാങ്കേതിക വിദ്യകൾ എന്തൊക്കെയാണെന്ന് ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1948 രചിക്കപ്പെട്ട ഈ പുസ്തകത്തിന്റെ രചയിതാവ് അമേരിക്കൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡെയ്ൽ കാർണഗിയാണ്. ഉത്കണ്ഠകൾ ഇല്ലാതാക്കി സംതൃപ്തമായ ജീവിതം എങ്ങനെ നയിക്കാമെന്നതിനെക്കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണമാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്ന ഈ പുസ്തകം. നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചേക്കാവുന്ന അമിതമായ ആകുലതകളും അവ വന്ന വഴികളും അതൊക്കെ എങ്ങനെ പരിഹരിക്കാമെന്നും കാർണഗി ഈ പുസ്തകത്തിലൂടെ വിശദമാക്കുന്നു. ആശങ്കകളെ കീഴടക്കുന്നതിനുള്ള നുറുങ്ങുകളും തന്ത്രങ്ങളും ഇതിലെ ഓരോ അധ്യായങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ശ്രോതാക്കളെ കൂടുതൽ ആസ്വാദ്യകരവും സംതൃപ്തവുമായ ജീവിതത്തിലേക്ക് നയിക്കുക, കൂടാതെ മറ്റുള്ളവരെയും കൂടുതൽ ബോധവാന്മാരാക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്ന പുസ്തകത്തിന്റെ ലക്ഷ്യം. ജീവിതത്തിന്റെ കൂടുതൽ പ്രധാനപ്പെട്ട വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രോതാക്കളെ പ്രേരിപ്പിക്കുന്നതിന് ജീവിതത്തിന്റെ ദൈനംദിന സൂക്ഷ്മതകളെ അഭിസംബോധന ചെയ്യാൻ കാർണഗി ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നുണ്ട്. നിരവധി ആളുകൾക്കിടയിൽ ഒരു സഹായഹസ്തമായി മാറിയിരിക്കുകയാണ് ഈ പുസ്തകം. ആശങ്കകളെ കീഴടക്കാനും അതിമനോഹരമായ ജീവിതം നയിക്കാനും രചയിതാവ് നിരവധി മാർഗങ്ങൾ ശ്രോതാക്കൾക്കായി നിർദ്ദേശിക്കുന്നുണ്ട്. ഉത്കണ്ഠയെക്കുറിച്ചും ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള മാന്ത്രിക സൂത്രവാക്യത്തെക്കുറിച്ചും അറിയാനുള്ള അടിസ്ഥാന വസ്തുതകൾ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നു. പുസ്തകത്തിന്റെ വളരെ രസകരമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് ജീവിതത്തിലെ ആശങ്കകളിൽ 50% എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകുന്ന മാനസിക മനോഭാവം വളർത്തിയെടുക്കുന്നതിനുള്ള 7 വഴികളും ഈ പുസ്തകം വാഗ്ദാനം ചെയ്യുന്നു. കൂടാതെ ഉത്കണ്ഠയെ കീഴടക്കുന്നതിനും നിങ്ങളുടെ ഊർജവും ഉത്സാഹവും ഉയർന്ന നിലയിലാക്കുന്നതിനുമുള്ള സുവർണാവസരങ്ങൾ ഈ പുസ്തകത്തിലൂടെ രചയിതാവ് വിവരിക്കുന്നുണ്ട്. ജീവിത വിജയത്തിലേക്ക് നയിക്കാനും ആശങ്കകളെ കീഴടക്കാനും ശ്രോതാക്കളെ സഹായിക്കുന്ന ചില യഥാർത്ഥ കഥകളും അവരുടെ ജീവിതാനുഭവങ്ങളും ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഒട്ടുമിക്ക മനുഷ്യരിലുമുണ്ടായ ചില സമാനമായ സംഭവങ്ങളും വിവരണങ്ങളും ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത് ശ്രോതാക്കൾക്ക് പല സാഹചര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാക്കാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും സഹായിക്കുമെന്ന് രചയിതാവ് വ്യക്തമാക്കുന്നു. താൽപ്പര്യമുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടുകൂടി ആളുകൾക്ക് അവരിലുണ്ടാകുന്ന ഉത്കണ്ഠയുടെ 1% ഇല്ലാതാക്കാൻ സാധിക്കും. എന്നാൽ വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്താണ്. എന്റെ ജോലിയിൽ ഞാൻ എഫിഷ്യന്റ് ആണോ? എന്റെ മകന് സുഖമാകുമോ? അടുത്ത മാസത്തെ വാടക എനിക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് നമ്മെ അലട്ടുന്നത്. ഇവയൊന്നും നമുക്കങ്ങനെ ഇല്ലാതാക്കാനും പറ്റില്ല. ഹൗ ടു സ്റ്റോപ്പ് വറിയിങ് ആൻഡ് സ്റ്റാർട്ട് ലിവിംഗ് എന്ന പുസ്തകത്തിൽ നമ്മുടെ മനോഭാവം മാറ്റിക്കൊണ്ട് ഉത്കണ്ഠയ്ക്കും നിരാശയ്ക്കുമെതിരെ പോരാടാൻ ശ്രമിക്കണമെന്ന് രചയിതാവായ ഡെയ്ൽ കാർണഗി പറയുന്നു. ഉത്കണ്ഠ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കും. വിഷമിക്കുന്നത് എങ്ങനെ നിർത്താം, എങ്ങനെ ജീവിച്ചു തുടങ്ങാം എന്നതിനെയൊക്കെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠകളെ അഭിമുഖീകരിക്കാൻ ഡെയ്ൽ കാർണഗി നമ്മോട് പറയുന്നു. അത് കൃത്യമായി ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന തന്ത്രങ്ങളുടെ ഒരു പരമ്പര തന്നെ അദ്ദേഹം പല അധ്യായങ്ങളിലൂടെയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശക്തവും പോസിറ്റീവുമായ ഒരു മാനസിക മനോഭാവം വളർത്തിയെടുക്കുന്നതിലൂടെ നിങ്ങളുടെ ആകുലതകൾക്കെതിരെ പോരാടാനും അൺസർട്ടൈനായ ഒരു ലോകത്ത് പൂർണ്ണതയിൽ ജീവിക്കാനുള്ള ധൈര്യം കണ്ടെത്താനുമാകുമെന്ന് രചയിതാവ് ചൂണ്ടിക്കാണിക്കുന്നു. ഡെയ്ൽ കാർണഗി ഉത്കണ്ഠയെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇനി വരും അധ്യായങ്ങളിലൂടെ നമുക്ക് കേൾക്കാം. നമ്മൾ വിഷമിക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഹാനികരമാകാം. അതിനാൽ ഉത്കണ്ഠകളെ നേരിടാനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തണം. Our main business is not to see
what lies dimly at a distance, but to do what lies clearly at hand. ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്താൽ മതി. എന്നാൽ ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന ആശയമാണ് ഈ വാക്കുകളിൽ മറഞ്ഞിരിക്കുന്നത്. കനേഡിയൻ ഫിസിഷ്യൻ സർ വില്യം ഓസ്ലറിന്റെ ജീവിതം മാറ്റിമറിച്ച വാക്കുകളാണിത്. ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ ഭാവിയെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. 1871 അദ്ദേഹം തോമസ് കാർലൈന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഈ 21 വാക്കുകൾ അദ്ദേഹത്തെ ആശങ്കകളില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ സഹായിച്ചിരുന്നു. 42 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ സർ വില്യം ഓസ്ലർ യെയിൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. തന്നെപ്പോലെ 4 സർവകലാശാലകളിൽ പ്രൊഫസറായിരിക്കുകയും ഒരു ജനപ്രിയ പുസ്തകം എഴുതുകയും ചെയ്ത ഒരാൾക്ക് ബ്രെയിൻസ് ഓഫ് എ സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ടാകേണ്ടതാണെന്ന് അദ്ദേഹം യെയിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ലെന്നും അവിടെ വ്യക്തമാക്കി. ശ്രോതാക്കൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ദ ബ്രെയിൻസ് ഓഫ് എ സ്പെഷ്യൽ ക്വാളിറ്റി എന്നുവെച്ചാൽ എന്താണെന്നല്ലേ? ബുദ്ധിയും വിവരവും ആഴത്തിലുള്ള വൈവിധ്യമാർന്ന ചിന്താശേഷിയുമുള്ള ആളുകളെയാണ് അങ്ങനെ വിളിക്കുന്നത്. ഓസ്ലർ അങ്ങനെയുള്ള ഒരാളല്ലെന്നാണ് ആ വിദ്യാർത്ഥി സമൂഹത്തിനോട് പറഞ്ഞത്. വളരെ സാധാരണമായ ബ്രെയിനാണ് തനിക്കുള്ളതെന്ന് തന്റെ അടുത്ത സുഹൃത്തുക്കൾക്കറിയാമെന്നും അദ്ദേഹം ആ കുട്ടികളോട് പറഞ്ഞു. അതായത് സാധാരണ ബുദ്ധിവൈഭവം മാത്രമാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിജയരഹസ്യം എന്തായിരുന്നു? എങ്ങനെയായിരിക്കും അദ്ദേഹം ഇത്രയും പ്രശസ്തി നേടിയത്? ഈ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടാകും. ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്ന ഒരു ആശയവുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യമെന്ന് പറയുന്നത്. ഈ ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് എന്നുവെച്ചാൽ എന്താണ്? എന്തായിരിക്കും സർ വില്യം ഓസ്ലർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? യെയിലിൽ സംസാരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സർ വില്യം ഓസ്ലർ ഒരു വലിയ കപ്പലിൽ അറ്റ്ലാന്റിക് സമുദ്രം കടന്നിരുന്നു. അദ്ദേഹം കപ്പലിൽ വെച്ച് അതിലെ ക്യാപ്റ്റന് ഒരു ബട്ടൺ അമർത്താൻ കഴിയുമെന്നുള്ള കാര്യം നിരീക്ഷിക്കുകയുണ്ടായി. ആ ബട്ടൺ കപ്പലിനെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ ബട്ടണുകളുണ്ട്. അത് നാം സമയാസമയത്ത് അമർത്തണമെന്ന് അദ്ദേഹം പറയുന്നു. ഇതെല്ലാം ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. നല്ലതും അതുപോലെ തന്നെ അധികം പ്രയാസമുള്ളതുമായ ഒരു ജീവിത സാഹചര്യം നയിക്കാൻ ചില തീരുമാനങ്ങളും നിയന്ത്രണങ്ങളും നമ്മെ സഹായിക്കും. നമ്മൾ ഓരോരുത്തരും ഒരു ദീർഘമായ യാത്രയിൽ ബന്ധിതരാണ്. യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗമെന്ന നിലയിൽ ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിൽ ജീവിക്കുന്നതിനായി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് സർ വില്യം ഓസ്ലർ പറയുന്നത്. ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുമ്പുവാതിൽ കൊണ്ട് ഭൂതകാലത്തെ അടയ്ക്കുക. അതായത് പാസ്റ്റിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ നടന്നുകഴിഞ്ഞ കാര്യങ്ങളെ ഓർത്ത് ആകുലപ്പെടാതിരിക്കുക. അതേപോലെ തന്നെ ഭാവി കാലത്തെയും അടച്ചുപൂട്ടുക. പാസ്റ്റിനെ അടച്ചുപൂട്ടിയ പോലെ ഫ്യൂച്ചറിനെയും അടച്ചുപൂട്ടാൻ ഇവിടെ സർ വില്യം ഓസ്ലർ പറയുന്നു. അങ്ങനെ ചെയ്താൽ നമ്മൾ സുരക്ഷിതരാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. മാനസിക പിരിമുറുക്കം, നിരാശ എന്നിവ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠാകുലനായ ഒരു മനുഷ്യന്റെ ചുവടുവയ്പ്പുകളെ സ്വാധീനിക്കുന്നു. പഴയ കാര്യങ്ങളോ വരാനിരിക്കുന്നവയോ ഒന്നും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല. പകരം ഇന്ന് ഈ നിമിഷത്തിൽ നാം ജീവിക്കുക. നടന്നു കഴിഞ്ഞതും നടക്കാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും അടച്ചുപൂട്ടിയ ശേഷം ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലൂടെ ജീവിതശീലം വളർത്തിയെടുക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് വില്യം ഓസ്ലർ പറയുന്നത്. നമ്മൾ ആരും തന്നെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കില്ല. നാളേക്ക് വേണ്ടിയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് തന്നെ. ഭാവിയിൽ നല്ല രീതിയിൽ ജീവിക്കണമെന്ന ഒരൊറ്റ ചിന്ത മാത്രമേ നാം ഓരോരുത്തർക്കുമുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇന്ന് നടക്കുന്നത്. നാളെ എന്താകുമെന്നോർത്ത് ആശങ്കപ്പെടാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഉത്സാഹത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഭാവി ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാൻ കഴിയുന്ന ഒരേയൊരു മാർഗമാണിത്. സർ വില്യം ഓസ്ലർ യെയിലിലെ വിദ്യാർത്ഥികളോട് പ്രാർത്ഥനയോടെ ഓരോ ദിവസവും ആരംഭിക്കാനായി പറയുന്നു. ഇന്ന് ഞങ്ങളുടെ ദൈനംദിന അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥന. ഇന്നത്തെ അപ്പം മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന കാര്യം നാം ഓർക്കണം. ഇന്നലെ നമ്മൾ കഴിക്കേണ്ടി വന്ന ആ പഴകിയ ഭക്ഷണത്തെക്കുറിച്ച് പരാതിയില്ല. നാളെ അത് കിട്ടുമോ എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുമില്ല. ഇന്നത്തെ ഭക്ഷണം മാത്രം ചോദിക്കാൻ ഈ പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നു.
ഇന്ന് എന്ന പ്രാധാന്യമേറിയ കാര്യത്തെക്കുറിച്ച് രചയിതാവ് വളരെ ഭംഗിയായിട്ടാണ് ഈ അധ്യായത്തിലൂടെ ശ്രോതാക്കൾക്ക് വ്യക്തമാക്കി തരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു നാട്ടിലൂടെ ഒരു തത്വചിന്തകൻ അലഞ്ഞു നടക്കുകയായിരുന്നു. ഒരു ദിവസം ഒരു കുന്നിൻ മുകളിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ആ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗം ഇങ്ങനെയായിരുന്നു: ടേക്ക് therefore no thought for the morrow shall take thought for the things of itself. Sufficient unto the day is the evil thereof. ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. നാളെയെക്കുറിച്ച് നാം ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ നാം ഒരുപാട് തയ്യാറെടുപ്പുകൾ എടുക്കണം. നമ്മുടെ വാർദ്ധക്യത്തിൽ നമുക്ക് ജീവിക്കാനുള്ള പണം നാം സ്വയം മാറ്റിവെക്കണം. നാം മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി പലതും ആസൂത്രണം ചെയ്യുകയും തയ്യാറാവുകയും വേണമെന്നാണ് നാം ഓരോരുത്തരിലുമുള്ള ചിന്തകൾ. ഭാവിയെക്കുറിച്ച് ഓരോ മനുഷ്യനും ആശങ്കയിലാണ്. അവയെപ്പറ്റി ഓർമ്മിക്കാതിരിക്കാൻ ആർക്കും സാധിക്കില്ല എന്നതാണ് വാസ്തവം. 300 വർഷങ്ങൾക്ക് മുൻപ് ചിന്ത എന്ന വാക്കിന് ഉത്കണ്ഠ എന്നായിരുന്നു അർത്ഥം. ബൈബിളിന്റെ ആധുനിക പതിപ്പുകളിൽ കൃത്യമായി നാളെയെക്കുറിച്ച് ആകുലപ്പെടരുത് എന്ന് യേശു പറഞ്ഞതായി ഉദ്ധരിക്കുന്നു. ആശങ്കയില്ലാതെ എല്ലാവിധത്തിലും നാളെയെക്കുറിച്ച് ചിന്തിക്കുക എന്നാണ് രചയിതാവ് ശ്രോതാക്കളോട് നിർദ്ദേശിക്കുന്നത്. നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ടു പോകുന്നവരുമുണ്ട്. അതുപോലെ തന്നെ കുറുക്കുവഴിയിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുമുണ്ട്. നല്ല ചിന്തകൾ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും മികച്ച ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ മോശമായ ചിന്തകൾ പലപ്പോഴും പിരിമുറുക്കത്തിലേക്കും ആകുലതയിലേക്കും നയിക്കുന്നുവെന്നാണ് ഡെയിൽ കാർണഗി ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പത്രങ്ങളിലൊന്നായ ന്യൂയോർക്ക് ടൈംസിന്റെ പ്രസാധകനായ ആർതർ ഹെയ്സ് സുൾസ്ബർഗറെ അഭിമുഖം ചെയ്യാനുള്ള ഒരു അവസരം രചയിതാവിന് ഒരിക്കൽ ലഭിക്കുകയുണ്ടായി. 2ാം ലോക മഹായുദ്ധം യൂറോപ്പിലുടനീളം കത്തിപ്പടർന്നപ്പോൾ താൻ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലനാവുകയും തനിക്ക് ഉറങ്ങുന്നതുപോലും അസാധ്യമാവുകയും ചെയ്തു എന്ന് സുൾസ്ബർഗർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഉറക്കം കിട്ടാത്ത രാത്രികളിൽ സുൾസ്ബർഗർ കുറച്ച് ക്യാൻവാസുകളും പെയിന്റ് ട്യൂബുകളുമെടുത്ത് കണ്ണാടിയിൽ നോക്കി സ്വയം ഒരു ഛായാചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ചിത്രകലയെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നുവെങ്കിലും മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടി അദ്ദേഹം പലതും അപ്പോൾ വരച്ചിരുന്നു. തനിക്ക് ഒരിക്കലും തന്റെ ഉത്കണ്ഠകളെ അകറ്റാനും സമാധാനം കണ്ടെത്താനും ഒരു സമയം വരെ കഴിഞ്ഞിരുന്നില്ലെന്ന് സുൾസ്ബർഗർ രചയിതാവിനോട് പറഞ്ഞു. ഒരു കാലത്ത് നമ്മുടെ ആശുപത്രികളിലെ കിടക്കകളിൽ പകുതിയും മാനസിക പ്രശ്നങ്ങളും വൈകല്യങ്ങളുമുള്ള രോഗികൾക്കായി നീക്കിവച്ചിരുന്നു. കുമിഞ്ഞുകൂടിയ ഇന്നലകളുടെയും ഭയാനകമായ നാളുകളുടെയും ഞെരുക്കത്തിൽ തകർന്ന രോഗികളായിരുന്നു അവർ ഓരോരുത്തരും. എന്നിരുന്നാലും അവരിൽ കുറച്ചുപേർക്കെങ്കിലും സന്തോഷകരവും പ്രയോജനപ്രദവുമായ ജീവിതം നയിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അവർ അതിന് ശ്രമിച്ചിരുന്നില്ല. നാളെയെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന വാക്കുകൾ അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സർ വില്യം ഓസ്ലറുടെ ആശയമായ ഡേ ടൈപ്പ് കമ്പാർട്ട്മെന്റിനെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് ആ അവസ്ഥ വരില്ലായിരുന്നു എന്നാണ് രചയിതാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആർക്കും തന്റെ ഭാരം എത്ര കഠിനമായാലും രാത്രിയാവുന്നതുവരെ അത് വഹിക്കാനാകും. ഏതൊരാൾക്കും തന്റെ ജോലി എത്ര കഠിനമായാലും ഒരു ദിവസം മുഴുവനും ചെയ്യാൻ കഴിയും. സൂര്യൻ അസ്തമിക്കുന്നതുവരെ ആർക്കും മധുരമായി, ക്ഷമയോടെ, സ്നേഹത്തോടെ, ശുദ്ധമായി ജീവിക്കാം. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്. റോബർട്ട് ലൂയിസ് സ്റ്റീവൻസിന്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഈ വാക്കുകൾ ശരിയല്ലേ? അതെ, ജീവിതം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ഇതാണ്. ദാരിദ്ര്യത്തിൽ ജനിച്ചു വളർന്ന ഡെട്രോയിറ്റിലെ പരേതനായ എഡ്വേർഡ് എസ് ഇവാൻസ് പത്രങ്ങൾ വിറ്റായിരുന്നു ആദ്യമൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീട് പലചരക്ക് കച്ചവടക്കാരനായി ജോലി ചെയ്തു. അതിനുശേഷം അസിസ്റ്റന്റ് ലൈബ്രറിയൻ എന്ന ജോലി കിട്ടുകയും അദ്ദേഹം ആ ജോലിക്ക് പോവുകയും ചെയ്തിരുന്നു. ശമ്പളം കുറവായിരുന്നിട്ട് പോലും ജോലി ഉപേക്ഷിക്കാൻ അദ്ദേഹം ഭയന്നു. സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള ധൈര്യം സംഭരിക്കാൻ അദ്ദേഹത്തിന് 8 വർഷങ്ങൾ വേണ്ടിവന്നു. ഒരിക്കൽ $55 കടമെടുത്ത് സ്വന്തമായി ഒരു ബിസിനസ്സിലേക്ക് ഇവാൻസ് കാലെടുത്തു വച്ചു. ആ ബിസിനസ് അദ്ദേഹത്തിന് നല്ല ലാഭം നേടിക്കൊടുത്തു. ഒരു നിർണായക സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഒരു സുഹൃത്തിന് പണം കൊടുത്തു സഹായിച്ചു. എന്നാൽ ആ സുഹൃത്ത് കൃത്യസമയത്ത് ആ പണം തിരിച്ചുകൊടുത്തില്ല. ഇതുകൂടാതെ അതേസമയം
റോബർട്ട് തന്റെ പണമെല്ലാം സൂക്ഷിച്ചിരുന്ന ബാങ്ക് തകർന്നതായി അറിഞ്ഞു. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഓരോ സെന്റും നഷ്ടപ്പെട്ടുവെന്ന് മാത്രമല്ല, $10,000 കടത്തിൽ അദ്ദേഹം മുങ്ങുകയും ചെയ്തു. ഇതോടുകൂടി അദ്ദേഹം ആകെ പരിഭ്രാന്തനായി. എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം വഴുതി വീണു. നമ്മുടെ ജീവിതയാത്രയിൽ പല ദുരന്തങ്ങളും നിമിഷങ്ങൾക്കുള്ളിലാണ് സംഭവിക്കുന്നത്. അതിനെയൊക്കെ മറികടക്കാനുള്ള ധൈര്യവും ദൃഢനിശ്ചയവും നമ്മളിലുണ്ടാവണം. ഇവാൻസിന് എല്ലാം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹം ഓരോ ദിവസവും കഴിയുന്തോറും ദുർബലനായി. എന്നാൽ വിഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് സ്വയം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്കണ്ഠകൾ മാറിത്തുടങ്ങി. ഏതാനും ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ചരക്ക് വാഹനങ്ങളുടെ ചക്രങ്ങൾക്ക് പിന്നിൽ വയ്ക്കാനുള്ള കട്ടകൾ വിൽക്കുന്ന ഒരു ജോലി അദ്ദേഹത്തിന് ലഭിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലാ ആകുലതകൾക്കും അവസാനമായി. ഭൂതകാലത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചോർത്ത് അദ്ദേഹത്തിന് ഖേദമില്ല. മാത്രവുമല്ല, ഭാവിയെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനില്ല. തന്റെ ജോലിയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് ഇവാൻസിന്റെ എല്ലാ ആശങ്കകളും മാറിയത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇവാൻസ് ആ കമ്പനിയുടെ പ്രസിഡന്റായി. എഡ്വേർഡ് എസ്. ഇവാൻസ് ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിൽ ജീവിക്കാൻ പഠിച്ചില്ലായിരുന്നെങ്കിൽ, അങ്ങനെയൊരു ആശയം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല എങ്കിൽ ഈ വിജയങ്ങൾ ഒരിക്കലും അദ്ദേഹം നേടുമായിരുന്നില്ല എന്നാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കി തരുന്നത്. ഇന്ന് നമുക്ക് കയ്യിൽ കിട്ടുന്ന ചെറിയ വരുമാനം പോലും നമ്മൾ ആരും പാഴാക്കില്ല. ഭാവി സുരക്ഷിതമാക്കാൻ അത് കരുതി വയ്ക്കുക തന്നെ ചെയ്യുന്നു. നാം നാളേക്ക് വേണ്ടി നിരന്തരം പ്രയത്നിക്കുകയാണ്. ജീവിതം അവിശ്വസനീയമായ വേഗതയിൽ ഒഴുകുന്ന ഒന്നാണ്. ഇന്നാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത്. അത് നമ്മുടെ മാത്രം ഉറപ്പുള്ള സ്വത്താണ്. അതുകൊണ്ട് റോമൻകാരുടെ വാക്കുകളായ കാർപെ ഡീം ഓർ സീസ് ദ ഡേ എന്ന വാക്ക് ഏറെ അർത്ഥവത്തായതാണ്. ഇന്നത്തെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഇന്നലെയെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല. അതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് ഈ അധ്യായത്തിലൂടെ രചയിതാവ് പറയുന്നത്. ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിൽ നാം ഓരോരുത്തരും ജീവിക്കാൻ ശ്രമിക്കണം. ഉത്കണ്ഠകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗമാണിത്. ഡേ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിൽ ജീവിക്കുന്നതിലൂടെ നമ്മുടെ കഴിവുകൾ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആകുലതയുണ്ടാവുകയും ഉത്കണ്ഠ നിമിത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നുവെങ്കിൽ ഈ തന്ത്രം പരീക്ഷിക്കുക എന്നാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ ശ്രോതാക്കളോട് പറയുന്നത്. എയർ കണ്ടീഷനിംഗ് വ്യവസായം ആരംഭിച്ച മിടുക്കനായ എഞ്ചിനീയറും ന്യൂയോർക്കിലെ ലോകപ്രശസ്ത കരിയർ കോർപ്പറേഷന്റെ തലവനുമായ വില്ലീസ് എച്ച് കരിയർ തയ്യാറാക്കിയ ഒരു രീതിയെക്കുറിച്ചാണ് രചയിതാവ് ഈ അധ്യായത്തിൽ പങ്കുവയ്ക്കുന്നത്. ആശങ്കാജനകമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കാർണഗി കേട്ടിട്ടുള്ള ഏറ്റവും മികച്ച ടെക്നിക്കുകളിലൊന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ന്യൂയോർക്കിലെ എഞ്ചിനീയേഴ്സ് ക്ലബ്ബിൽ ഒരു ദിവസം ഇവർ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ മിസ്റ്റർ കാരിയറിൽ നിന്നും കാർണഗിക്ക് ഒരു സൂത്രവാക്യം ലഭിക്കുകയുണ്ടായി. മിസ്റ്റർ കാരിയർ ചെറുപ്പകാലത്ത് ന്യൂയോർക്കിലെ ബുഫല്ലോ ഫോർജ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. മിസോറിയിലെ ക്രിസ്റ്റൽ സിറ്റിയിലുള്ള പിറ്റ്സ്ബർഗ് പ്ലേറ്റ് ഗ്ലാസ് കമ്പനിയുടെ ഒരു പ്ലാന്റിൽ ഗ്ലാസ് ക്ലീനിംഗ് ഉപകരണം സ്ഥാപിക്കാനുള്ള ചുമതല അദ്ദേഹത്തിനൊരിക്കൽ ലഭിക്കുകയുണ്ടായി. ഈ ഇൻസ്റ്റലേഷന്റെ ഉദ്ദേശമെന്നത് ഗ്യാസിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നതായിരുന്നു. അങ്ങനെ അത് എഞ്ചിനുകൾക്ക് കേടുപാടുകൾ വരുത്താതെ കത്തിച്ചു കളയാം. ഈ വാതകം വൃത്തിയാക്കുന്ന രീതി പുതിയതാണ്. എന്നാൽ ഇത് പണ്ടൊരിക്കൽ അവിടെ പരീക്ഷിച്ചിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ജോലിയിൽ അപ്രതീക്ഷിതമായ ബുദ്ധിമുട്ടുകളുണ്ടായി. അദ്ദേഹത്തിന്റെ എല്ലാ പ്രതീക്ഷകളും കൈവിട്ടുപോയി. തന്റെ പരാജയത്തിൽ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു. ആഹാരം വേണ്ടാതെയും ഉറക്കമില്ലാതെയും അദ്ദേഹം ഇരുന്നു. അവസാനം ഉത്കണ്ഠകളും നിരാശയും അദ്ദേഹത്തെ എവിടെയും എത്തിക്കില്ലെന്ന് സ്വയം മനസ്സിലാക്കി. അങ്ങനെ തന്റെ പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള ഒരു മാർഗം സ്വയം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ആ മാർഗം മികച്ച രീതിയിലെന്നോണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. 30 വർഷത്തിലേറെയായി അദ്ദേഹം ഇതേ ആന്റി വെറി ടെക്നിക് ഉപയോഗിക്കുന്നു. ഇത് ലളിതവും ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്നതുമാണ്. അടുത്തതായി ശ്രോതാക്കളോട് പറയാൻ പോകുന്നത് ആ ടെക്നിക്കിന്റെ കുറച്ച് ഘടകങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. ആന്റി വെറി ടെക്നിക്കിൽ 3 സ്റ്റെപ്പുകളുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്: സാഹചര്യം വ്യക്തമായും സത്യസന്ധമായും വിശകലനം ചെയ്യുക. പരാജയത്തിന്റെ ഫലമായി സംഭവിക്കാവുന്ന ഏറ്റവും മോശമായത് എന്താണെന്ന് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ്:
സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും മോശമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ആവശ്യമെങ്കിൽ അത് സ്വീകരിക്കാൻ സ്വയം തയ്യാറാകാൻ ശ്രമിക്കുക. പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിച്ചിരിക്കാതെ മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പായി പറയുന്നത്, മോശമായ സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനായി അവരവരുടെ സമയവും ഊർജവും നല്ല രീതിയിൽ വിനിയോഗിക്കുക. പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നാം വിശകലനം ചെയ്യണം. വിജയം കൈവരിക്കാനുള്ള വഴികൾ ആലോചിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്യുക. നിരന്തരം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും പരാജയത്തിൽ നിന്ന് കരകയറാൻ കഴിയില്ല. കാരണം വിഷമിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും മോശമായ കാര്യമെന്ന് പറയുന്നത് അത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവിനെ നശിപ്പിക്കുന്നുവെന്നാണ്. നാം വിഷമിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ടുമിങ്ങോട്ടും ലക്ഷ്യമില്ലാതെ ഓടി നടക്കും. അങ്ങനെ നമുക്കെടുക്കാനുള്ള തീരുമാനത്തിന്റെ എല്ലാ ശക്തിയും നമുക്ക് നഷ്ടപ്പെടും. എന്നിരുന്നാലും ഏറ്റവും മോശമായതിനെ അഭിമുഖീകരിക്കാനും അത് മാനസികമായി അംഗീകരിക്കാനും നാം നമ്മെ നിർബന്ധിക്കുമ്പോൾ അവ്യക്തമായ എല്ലാ ചിന്തകളും ഇല്ലാതാക്കി നമ്മുടെ പ്രശ്നത്തിൽ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് നാം നമ്മെ തന്നെ എത്തിക്കുന്നു. മിസ്റ്റർ കാരിയർ വിവരിച്ച ഈ സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് സംഭവിച്ചത്. ഇത് വളരെ മികച്ച രീതിയിൽ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നു. അന്നുമുതൽ അദ്ദേഹം ഈ ടെക്നിക് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ജീവിതം ആശങ്കകളിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിയിരുന്നു. മിസ്റ്റർ കാരിയറിന്റെ അനുഭവം കേട്ടില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാന്ത്രിക സൂത്രവാക്യം മനഃശാസ്ത്രപരമായി വളരെ മൂല്യവത്തായതും പ്രായോഗികമായതും? അതിന് കാരണം ആകുലതകൾ കൂടുമ്പോൾ നമ്മൾ ഇരുട്ടിലേക്ക് വഴുതി വീഴുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരേയൊരു മാർഗമേ ഉള്ളൂ. ഉറപ്പുള്ളൊരു മനസ്സ് നമുക്കുണ്ടാക്കുക. ഉറച്ച ഒരു മനസ്സില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുമോ? മനസ്സും ശരീരവും ഒരുപോലെ പ്രവർത്തിപ്പിക്കണം. ശാന്തതയോടെ നാം നമ്മെ തന്നെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശ്രമിക്കണമെന്നാണ് രചയിതാവ് പറയുന്നത്. അപ്ലൈഡ് സൈക്കോളജിയുടെ പിതാവെന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ വില്യം ജെയിംസ്. ഈ മാജിക് ഫോർമുലയെപ്പറ്റി അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേനെ എന്നാണ് രചയിതാവ് ഇവിടെ പറയുന്നത്. പ്രൊഫസർ വില്യം ജെയിംസ് ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, സംഭവിച്ചത് അംഗീകരിക്കുക എന്നതാണ് ഏതൊരു ദുരനുഭവത്തിന്റെയും അനന്തരഫലങ്ങളെ മറികടക്കുന്നതിനുള്ള ആദ്യപടി. പരാജയത്തെയും നിരാശയെയും മറികടന്നാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം പ്രശ്നങ്ങളൊന്നുമില്ലാതെ ധൈര്യത്തോടെ നേരിടാൻ സാധിക്കൂ എന്ന് രചയിതാവ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രൊഫസർ വില്യം ജെയിംസിന്റെ അതേ ആശയം ലിൻ യുതാങ് തന്റെ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിംഗ് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്ന് കാർണഗി സൂചിപ്പിക്കുന്നു. ഏറ്റവും മോശമായതിനെ സ്വീകരിക്കുന്നതിൽ നിന്നാണ് യഥാർത്ഥ മനസ്സമാധാനമുണ്ടാകുന്നത്. സൈക്കോളജിക്കലി റിലീസ് ഓഫ് എനർജി എന്നാണ് ഇതിനർത്ഥം. ഇങ്ങനെയാണ് ലിൻ യുതാങ് എന്ന ചൈനീസ് ഫിലോസഫർ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. ഏറ്റവും മോശമായത് നമ്മൾ അംഗീകരിച്ചാൽ നമുക്ക് നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല. നമ്മൾക്ക് നേടാനുള്ളതെല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്നാണ് ഇതർത്ഥമാക്കുന്നത്. എന്നിട്ടും ദശലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ ജീവിതം കോപത്താൽ തകർത്തു കളയുന്നു. കാരണം അവർ മോശമായത് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. അത് മെച്ചപ്പെടുത്തിയെടുക്കാൻ പോലും അവർ ശ്രമിക്കുന്നില്ല. പരിശ്രമിക്കുന്നതിനു പകരം തങ്ങളുടെ ഭാഗ്യം പുനർനിർമ്മിക്കുന്നതിനായി അവർ മോശമായതും വയലൻസ് നിറഞ്ഞതുമായ വഴികൾ തിരഞ്ഞെടുക്കുന്നു. ഇത് തുടർന്ന് പലരും വിഷാദരോഗത്തിന് അടിമപ്പെടുകയും ചെയ്യുന്നുവെന്നാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. വില്ലീസ് എച്ച് കാരിയറുടെ ഫോർമുല ഉപയോഗിച്ച് തന്റെ വെറീസിൽ നിന്നും മോചനം നേടിയ ഒരാളെപ്പറ്റി അടുത്തതായി ഇവിടെ പറയുന്നുണ്ട്. കാർണഗിയുടെ വിദ്യാർത്ഥിയായിരുന്ന, ഇപ്പോൾ ന്യൂയോർക്കിലെ എണ്ണ ഡീലറായ ആളായിരുന്നു അത്. അദ്ദേഹം തലവനായ ഓയിൽ കമ്പനിക്ക് നിരവധി ഡെലിവറി ട്രക്കുകളും ഡ്രൈവർമാരുമുണ്ടായിരുന്നു. അവരുടെ കസ്റ്റമേഴ്സിന് വിതരണം ചെയ്യാൻ കഴിയുന്ന എണ്ണയുടെ അളവ് അവർ കണക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരുടെ ഡ്രൈവർമാരിൽ ചിലർ സ്ഥിരം കസ്റ്റമേഴ്സിന് ഓയിൽ ഡെലിവറി ചെയ്തതിനു ശേഷം മിച്ചമുള്ളത് മറ്റു ചിലർക്ക് മറിച്ചുവിറ്റു. ഇതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലായിരുന്നു. ഈ നിയമവിരുദ്ധ ഇടപാടുകളെക്കുറിച്ച് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായത് ഒരു സർക്കാർ ഇൻസ്പെക്ടറെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ്. അതിന്റെ പേരിൽ ഇൻസ്പെക്ടർ അദ്ദേഹത്തിൽ നിന്ന് പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അവരുടെ ഡ്രൈവർമാർ എന്തു ചെയ്യുന്നു എന്നതിന്റെ തെളിവ് ഇൻസ്പെക്ടറിന് ലഭിച്ചിട്ടുണ്ടെന്നും
എന്തെങ്കിലും കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ ഈ തെളിവ് ജില്ലാ അറ്റോർണി ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുമെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു സ്ഥാപനം അതിന്റെ ജീവനക്കാരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് നിയമം പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ആകെ ആശങ്കയിലായി. കോടതിയിൽ കേസ് വന്നാൽ അത് പത്രങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും വാർത്തയാകും. അത്തരം ദുഷ്പ്രചരണങ്ങൾ അദ്ദേഹത്തിന്റെ ബിസിനസ് നശിപ്പിക്കും. 24 വർഷം മുൻപ് അദ്ദേഹത്തിന്റെ പിതാവ് സ്ഥാപിച്ചതാണ് ഈ കമ്പനി. തന്റെ ബിസിനസ്സിൽ അദ്ദേഹത്തിന് അഭിമാനവുമുണ്ട്. ഈയൊരു പ്രശ്നം കാരണം അദ്ദേഹം ഭ്രാന്തമായി അങ്ങോട്ടുമിങ്ങോട്ടും സമാധാനമില്ലാതെ ഓടി നടന്നു. ആദ്യമൊന്നും ഈ മോശമായ അവസ്ഥയെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര വ്യക്തതയുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് പരിഹാരങ്ങളെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചപ്പോൾ തികച്ചും പുതിയൊരു വഴി അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞുവന്നു. അദ്ദേഹം തന്റെ അഭിഭാഷകനോട് മുഴുവൻ സാഹചര്യവും വിശദീകരിച്ചു. ഈ അവസ്ഥ മറികടക്കാനുള്ള ചില വഴികൾ അഭിഭാഷകൻ അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. വക്കീൽ അദ്ദേഹത്തോട് ജില്ലാ അറ്റോർണിയെ പോയി കണ്ട് സത്യം പറയണമെന്നാവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഡിസ്ട്രിക്ട് അറ്റോർണിയെ കണ്ട് എല്ലാം വ്യക്തമായി പറഞ്ഞു. ഇത് കേട്ട DA പറഞ്ഞത് ഈ ബ്ലാക്ക്മെയിൽ റാക്കറ്റ് മാസങ്ങളായി നടക്കുന്നുണ്ടെന്നും സർക്കാർ ഏജന്റെന്ന് അവകാശപ്പെട്ട അയാൾ പോലീസ് തിരയുന്ന ആളാണ് എന്നുമാണ്. ഇത് കേട്ടതും അദ്ദേഹം അമ്പരന്നുപോയി. $5000 ഇയാൾക്ക് നൽകി പ്രശ്നം സോൾവ് ചെയ്യണമോ എന്ന് അദ്ദേഹം ഒരിക്കൽ ചിന്തിച്ചിരുന്നു. ആ പൈസ കൊടുക്കാതിരുന്നത് നന്നായി എന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. DAയുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസമായത്. ഈ അനുഭവം അദ്ദേഹത്തിന് വലിയൊരു പാഠമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യുന്നതോ വിഷമിപ്പിക്കുന്നതോ ആയ സിറ്റുവേഷൻ വരുമ്പോൾ അദ്ദേഹം പഴയ വില്ലീസ് എച്ച് കാരിയർ ഫോർമുല പ്രയോഗിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഉത്കണ്ഠകളിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുന്നു എന്ന് രചയിതാവ് പറയുന്നു. കാർണഗിയുടെ വിദ്യാർത്ഥിയുടെ ഈ ജീവിതപാഠം ശ്രോതാക്കളെ പ്രചോദിതരാക്കുമെന്ന് രചയിതാവ് വിശ്വസിക്കുന്നു. ഈ മാന്ത്രിക സൂത്രവാക്യം ഉപയോഗിച്ച് ഇവരിൽ പലർക്കും അവരുടെ ജീവിതം രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങളുടെ ചില ബുദ്ധിമുട്ടുകൾക്കുള്ള ഉത്തരമാകാൻ സാധ്യതയില്ലേ? പരിഹരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതിയ ചില പ്രശ്നങ്ങൾ പോലും ഇതുവച്ചു പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ ശ്രോതാക്കളിലേക്ക് രണ്ടാമത്തെ റൂളായി ഈ അധ്യായത്തിലൂടെ രചയിതാവ് നിർദ്ദേശിക്കുന്നത്, നിങ്ങൾക്കൊരു വിഷമം അഥവാ വിഷമതുല്യമായ പ്രശ്നമുണ്ടെങ്കിൽ ഇനി പറയുന്ന 3 കാര്യങ്ങൾ ചെയ്ത് വില്ലീസ് എച്ച് കാരിയറിന്റെ മാന്ത്രിക സൂത്രവാക്യം ഉപയോഗിക്കുക എന്നതാണ്. ആ 3 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ഒന്നാമത്തേത്, സംഭവിക്കാവുന്ന ഏറ്റവും മോശമായത് എന്താണ് എന്ന് സ്വയം ചോദിക്കുക. പിന്നീട് അതെന്തു തന്നെയായാലും അത് സ്വീകരിക്കാൻ തയ്യാറാവുക. അവസാനം ശാന്തമായിരുന്നുകൊണ്ട് മോശമായ അവസ്ഥയിലും സ്വയം മെച്ചപ്പെടുത്താനുള്ള ശ്രമം തുടരുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നാം ഓരോരുത്തരും ആകുലപ്പെടാറുണ്ട്. അതെന്തിനാണ്? അങ്ങനെ വിഷമിച്ച് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഏത് പ്രശ്നങ്ങളും നാം ധൈര്യത്തോടെ നേരിടണം. എന്നാലേ നമുക്ക് നമ്മെ തന്നെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ. ഉത്കണ്ഠകളെ അകറ്റാനുള്ള കാർണഗിയുടെ മറ്റു മാർഗങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഡെയിൽ കാർണഗി താമസിച്ചിരുന്നത് ന്യൂയോർക്ക് സിറ്റിയിലായിരുന്നു. ഏകദേശം 37 വർഷത്തിലേറെയായി അദ്ദേഹം ന്യൂയോർക്കിൽ താമസം തുടങ്ങിയിട്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അദ്ദേഹം അറിയുന്നത് ന്യൂയോർക്ക് സിറ്റിയിൽ വസൂരി എന്ന രോഗം പടരുന്നുണ്ടെന്ന്. രോഗത്തെ നേരിടാൻ വേണ്ടിയുള്ള വാക്സിനേഷൻ ജനങ്ങൾക്ക് നൽകുന്നതിനായി സിറ്റിയിലെ പല സ്ഥലങ്ങളിലും വാക്സിനേഷൻ സെന്റേഴ്സ് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 8 പേർക്കോളം വസൂരി ബാധിക്കുകയും അതിൽ 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി വീടുകൾ തോറും കയറിയിറങ്ങി വോളണ്ടിയർമാർ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഉത്കണ്ഠയും വൈകാരികമായ പ്രശ്നങ്ങൾ നേരിടുന്ന 10-ൽ ഒരാൾക്ക് നാഡീതകരാർ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഒരാളുപോലും തനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല എന്നും രചയിതാവ് ഇവിടെ സൂചിപ്പിക്കുന്നു. ന്യൂയോർക്കിൽ വസൂരി പടർന്ന പോലെ സമാനമായ മറ്റൊരവസ്ഥയിൽ കൂടി ഈ അടുത്ത് കടന്നുപോയവരാണ് നമ്മൾ, അല്ലേ? വിഷാദാവസ്ഥയിൽ നിന്നും കരകയറാൻ പറ്റാത്തവർ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ മരിക്കുന്നുവെന്നാണ് നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ അലക്സിസ് കാരൽ പറഞ്ഞിരുന്നത്. സാന്റാഫെ റെയിൽവേയുടെ മെഡിക്കൽ എക്സിക്യൂട്ടീവുമാരിലൊരാളായ ഡോക്ടർ OF ഗോബറിനൊപ്പം ടെക്സാസ്, ന്യൂ മെക്സിക്കോ എന്നിവിടങ്ങളിലൂടെ കാർണഗി അദ്ദേഹത്തിന്റെ വെക്കേഷൻ സമയങ്ങൾ ചിലവഴിച്ചിരുന്നു. അവർ ഉത്കണ്ഠയെക്കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഫിസിഷ്യന്മാരുടെ അടുത്തെത്തുന്ന രോഗികളിൽ 70% ആളുകളിലും അവരുടെ ഭയവും ആശങ്കകളും ഒഴിവാക്കിയാൽ മാത്രമേ അവരുടെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സുഖപ്പെടുത്താൻ സാധിക്കൂ. അവരുടെ ശരീരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന അസുഖങ്ങൾ ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്തവയല്ല എന്ന് രചയിതാവ് ഇവിടെ സൂചിപ്പിക്കുന്നു.
നെർവസ് ഇൻഡൈജഷൻ, വയറ്റിലെ അൾസർ, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കമില്ലായ്മ, തലവേദന എന്നിങ്ങനെയുള്ള അസുഖങ്ങളെയാണ് ഇവിടെ അദ്ദേഹം പരാമർശിക്കുന്നത്. ഈ അസുഖങ്ങൾ യഥാർത്ഥമാണ്. വയറ്റിലെ അൾസർ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട്. അസുഖത്തെ ഓർത്തുള്ള ഭയം നമ്മളിൽ ആശങ്കയുണ്ടാക്കുകയും അത് പിന്നീട് നമ്മളിൽ പരിഭ്രാന്തിയുണ്ടാവുകയും ചെയ്യുന്നു. ഈ ഭയവും ആശങ്കയും നിങ്ങളുടെ ആമാശയത്തിലെ ഞരമ്പുകളെ ബാധിക്കുകയും ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ജ്യൂസിനെ സാധാരണ നിലയിൽ നിന്ന് അസാധാരണമാക്കുകയും അങ്ങനെ അത് പലപ്പോഴായി വയറ്റിലെ അൾസറായി മാറുകയും ചെയ്യുന്നുവെന്ന് രചയിതാവ് ഇവിടെ വ്യക്തമാക്കുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നല്ല അൾസർ എന്ന രോഗമുണ്ടാകുന്നത്, മറിച്ച് നമ്മളെ ഭക്ഷിക്കുന്നവയിൽ നിന്നുമാണ് അവ പിടിപെടുന്നത് എന്നാണ് നെർവസ് സ്റ്റൊമക് ട്രബിൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ജോസഫ് എഫ് മൊണ്ടേഗ് പറയുന്നത് എന്ന് രചയിതാവ് ഇവിടെ പറയുന്നു. നമ്മളെ ഭക്ഷിക്കുന്നവ എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഉത്കണ്ഠ എന്ന് തന്നെയാണെന്ന് രചയിതാവ് പറയുന്നു. വൈകാരിക സമ്മർദ്ദത്തിന്റെ ഉയർച്ചയും താഴ്ചയും അനുസരിച്ച് അൾസർ ഇടയ്ക്കിടെ പൊട്ടിപ്പുറപ്പെടുകയോ കുറയുകയോ ചെയ്യാറുണ്ടെന്ന് മയോ ക്ലിനിക്കിലെ ഡോക്ടർ WC അൽവാരസ് പറയുന്നു. 15,000-ഓളം രോഗികളിൽ നടത്തിയ പഠനത്തിന്റെ പിൻബലത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയതെന്ന് രചയിതാവ് പറയുന്നു. ഭയം, ഉത്കണ്ഠ, വെറുപ്പ്, സ്വാർത്ഥത, യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് എന്നിവയായിരുന്നു അവരുടെ ഉദരരോഗങ്ങളുടെയും വയറ്റിലെ അൾസറിന്റെയും പ്രധാന കാരണങ്ങളെന്ന് മയോ ക്ലിനിക്ക് കണ്ടെത്തിയതായി കാർണഗി പറയുന്നു. ശരാശരി പ്രായം 44.3 വയസ്സ് വരുന്ന 176 ബിസിനസ് എക്സിക്യൂട്ടീവുകളിൽ മയോ ക്ലിനിക്കിലെ ഡോക്ടർ ഹാരോൾഡ് സി ഹെബിൻ ഒരു പഠനം നടത്തിയിരുന്നു. ടെൻഷൻ മൂലമുണ്ടാകുന്ന ഹൃദ്രോഗം, ദഹനനാളത്തിലെ അൾസർ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയവയിൽ ഏതെങ്കിലുമൊന്ന് 1/3 എക്സിക്യൂട്ടീവുകളും സഫർ ചെയ്തിരുന്നതായി കണ്ടെത്തുകയും ഇത് പിന്നീട് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ഫിസിഷ്യൻ ആൻഡ് സർജന്റെ വാർഷിക യോഗത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ബിസിനസ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരിൽ 1/3 പേരും 45 വയസ്സെത്തുന്നതിനു മുൻപ് തന്നെ ഹൃദ്രോഗം, അൾസർ, ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് അടിമയാകുന്നു. അതിനുള്ള കാരണമെന്താണെന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും, അല്ലേ? ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്ന പലർക്കും മാനസിക സമ്മർദ്ദം, ടെൻഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ പിടിപെടാറുണ്ട്. ശ്രോതാക്കളിൽ പലർക്കും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ കടന്നു പോകുന്നവരുണ്ടോ? വയറ്റിലെ അൾസറും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായി ബിസിനസ് പുരോഗതിക്കായി പണം മുടക്കുന്ന ഏതൊരു മനുഷ്യനും വിജയിക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവൻ നേടിയിട്ട് ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അവൻ എന്ത് പ്രയോജനമാണുള്ളത്? ലോകം മുഴുവൻ സ്വന്തമാക്കിയാലും ഒരു ദിവസം കിടക്കയിൽ തളർന്നു വീഴും. അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെടും. പിന്നെ 3 നേരം ആഹാരം മാത്രം കഴിച്ച് കിടക്കേണ്ട അവസ്ഥയിലെത്തും. അങ്ങനെയെങ്കിൽ അവർ നേടിയെടുത്തതുകൊണ്ട് എന്തു പ്രയോജനം? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു സിഗരറ്റ് നിർമ്മാതാവ് അദ്ദേഹത്തിന്റെ 61-ാമത്തെ വയസ്സിൽ ഹൃദയസ്തംഭനം മൂലം മരിച്ചതായി രചയിതാവ് ഇവിടെ പറയുന്നു. ബിസിനസ്സിൽ വിജയം കൈവരിക്കാൻ വേണ്ടി അദ്ദേഹം തന്റെ ആരോഗ്യം മുഴുവൻ ബിസിനസ്സിനു വേണ്ടി കോംപ്രമൈസ് ചെയ്തു. എന്നാൽ $1 പോലും വരുമാനമില്ലാതെയിരുന്ന 89-ാം വയസ്സിൽ മരിച്ച ഒരു മിസോറി കർഷകനായ തന്റെ പിതാവിന്റെ പകുതി പോലും അദ്ദേഹം വിജയിച്ചില്ലെന്ന് രചയിതാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ആശുപത്രി കിടക്കയിൽ പകുതിയിലേറെയും നാഡീസംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകളാണെന്ന് പ്രശസ്ത മയോ ക്ലിനിക് സഹോദരന്മാർ പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ നാഡീസംബന്ധമായ പ്രശ്നങ്ങൾ ഞരമ്പുകളുടെ ശാരീരികമായ പ്രശ്നം കൊണ്ടല്ല, മറിച്ച് നിരാശ, ഉത്കണ്ഠ, ഭയം, പരാജയം തുടങ്ങിയ വികാരങ്ങൾ മൂലമാണെന്ന് അവർ കണ്ടെത്തിയിരുന്നു. പ്ലേറ്റോയുടെ ഒരു കോട്ട് അടുത്തതായി കേൾക്കാം. മനസ്സിനെ സുഖപ്പെടുത്താൻ ശ്രമിക്കാതെ ശരീരത്തെ സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് ഫിസിഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. എന്നിരുന്നാലും മനസ്സും ശരീരവും ഒന്നാണ്. അവയെ പ്രത്യേകം ചികിത്സിക്കേണ്ടതില്ല. ഈ സത്യം തിരിച്ചറിയാൻ വൈദ്യശാസ്ത്രത്തിന് ഒരുപാട് വർഷങ്ങൾ വേണ്ടിവന്നു. ഇപ്പോൾ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ചികിത്സിക്കുന്ന മരുന്നായ സൈക്കോസൊമാറ്റിക് മെഡിസിൻ വികസിപ്പിക്കാൻ ആരോഗ്യമേഖല മുൻപോട്ട് വന്നിരിക്കുന്നു. ശരീരത്തിലെ അണുക്കൾ മൂലമുണ്ടാകുന്ന വസൂരി, കോളറ, മഞ്ഞപ്പനി തുടങ്ങിയ ഭയാനകമായ രോഗങ്ങൾക്കും മറ്റ് നിരവധി രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും സുഖപ്പെടുത്തേണ്ട രീതികളും വൈദ്യശാസ്ത്രം കണ്ടെത്തിയതായി രചയിതാവ് പറയുന്നു. എന്നാൽ രോഗാണുക്കളല്ല, മറിച്ച് ഉത്കണ്ഠ, ഭയം, വിദ്വേഷം, നിരാശ തുടങ്ങിയ വികാരങ്ങൾ മൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ തകർച്ചകളെ നേരിടാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയുന്നില്ല എന്ന സത്യം
കാർണഗി വ്യക്തമാക്കുന്നു. ഈ വൈകാരിക രോഗങ്ങൾ മൂലമുണ്ടാകുന്ന മരണങ്ങൾ ദ്രുതഗതിയിൽ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. മനുഷ്യനിലെ ഈ മാനസികമായ വിഭ്രാന്തിക്കുള്ള കാരണം എന്താണ്? അനാവശ്യമായ ഭയവും ഉത്കണ്ഠയുമാണ് ഇതിനുള്ള കാരണങ്ങൾ. യാഥാർത്ഥ്യത്തെ നേരിടാൻ കഴിയാത്തവർ തന്റെ ചുറ്റുപാടിൽ നിന്നും അകന്ന് തന്റേതായ സ്വപ്നതുല്യമായ ഒരു ലോകം കെട്ടിപ്പടുക്കുന്നു. അവിടെ അവർ സന്തോഷം കണ്ടെത്തുന്നു. ഒപ്പം അവരുടെ വിഷമങ്ങളിൽ നിന്ന് മോചനവും നേടുന്നു. ധീരനായ വ്യക്തിയെപ്പോലും ഉത്കണ്ഠ, ഭയം, ആശങ്ക തുടങ്ങിയവ എങ്ങനെ സാരമായി ബാധിക്കുമെന്ന് ഒരു ഉദാഹരണത്തിലൂടെ രചയിതാവ് പങ്കുവെക്കുന്നു. സിവിൽ വാറിന്റെ അവസാന ദിവസങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ജനറൽ ഗ്രാന്റ് റിച്ച്മോണ്ട് എന്ന സ്ഥലത്തെ 9 മാസമായി ഉപരോധിക്കുകയായിരുന്നു. അതേ സമയത്താണ് ജനറൽ ലീയുടെ സൈന്യം ആക്രമിക്കപ്പെട്ടത്. കൂടാതെ ലീയുടെ ആളുകൾ റിച്ച്മൗണ്ടിലെ പരുത്തി, പുകയില വെയർഹൌസുകൾക്ക് തീയിടുകയും ആയുധപ്പുര കത്തിക്കുകയും ചെയ്തു. കോൺഫെഡറേറ്റുകളെ ഇരുവശത്തുനിന്നും പിൻഭാഗത്തുനിന്നും അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ഗ്രാന്റ് ലീയുടെ സൈന്യത്തെ പിന്തുടർന്നു. കഠിനമായ തലവേദന കൊണ്ട് അർദ്ധ അന്ധനായ ഗ്രാന്റ് തന്റെ സൈന്യത്തിന്റെ കൂടെ ഒരു ഫാം ഹൌസിൽ നിന്നു. അവിടെ വച്ച് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായ മുറിവുകളും മറ്റും ചെറിയ രീതിയിൽ സുഖം പ്രാപിക്കാൻ വേണ്ടി ശുശ്രൂഷകൾ ചെയ്തു. പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം സുഖം പ്രാപിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ ചികിത്സയുടെ ഗുണം കൊണ്ടല്ല അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചത്. പിറ്റേന്ന് രാവിലെ ഒരു കുതിരക്കാരൻ തനിക്ക് കീഴടങ്ങണം എന്ന് എഴുതിയിരുന്ന ലീയുടെ കത്തുമായി വന്നപ്പോഴാണ് ഗ്രാന്റിന് സുഖം പ്രാപിച്ചത്. ഗ്രാന്റിന്റെ ആശങ്കകളും പിരിമുറുക്കങ്ങളും വികാരങ്ങളുമാണ് അദ്ദേഹത്തെ രോഗിയാക്കിയത്. അദ്ദേഹത്തിന്റെ വികാരങ്ങൾ ആത്മവിശ്വാസത്തിന്റെയും നേട്ടത്തിന്റെയും വിജയത്തിന്റെയും നിറം കൈവരിച്ച നിമിഷം തന്നെ അദ്ദേഹം സുഖം പ്രാപിച്ചു. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിന്റെ ക്യാബിനറ്റിലെ ജൂനിയർ ട്രഷറി സെക്രട്ടറിയായ ഹെൻറി മോർഗൻഡൌ ഉത്കണ്ഠയ്ക്ക് തന്നെ തീവ്രരോഗിയാക്കി മാറ്റാൻ കഴിയുമെന്ന് കണ്ടെത്തിയിരുന്നു. ഗോതമ്പിന്റെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി രാഷ്ട്രപതി ഒറ്റ ദിവസം കൊണ്ട് 44 ലക്ഷം ബുഷൽസ് വാങ്ങിയപ്പോൾ താൻ വല്ലാത്ത വിഷമത്തിലായിരുന്നുവെന്ന് അദ്ദേഹം തന്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കാർണഗി പറയുന്നു. അദ്ദേഹം തന്റെ ഡയറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: സംഭവം നടക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് തലകറക്കം അനുഭവപ്പെട്ടു. അദ്ദേഹം വീട്ടിൽ പോയി. ഉച്ചഭക്ഷണത്തിനു ശേഷം 2 മണിക്കൂർ ഉറങ്ങാൻ കിടന്നു. പെട്ടെന്നുണ്ടായ ആകുലതയാലാണ് അദ്ദേഹത്തിന് തന്റെ ശരീരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ഇതുപോലെയാണ് നമ്മളിൽ പലർക്കും നിന്ന നിൽപ്പിൽ അസുഖങ്ങൾ ഉടലെടുക്കുന്നത്. വാദം, ആർത്രൈറ്റിസ് എന്നീ അസുഖങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നമ്മളെ തളർത്തും. സന്ധിവാതം എന്നത് ഒരു രോഗമാണെന്ന് അംഗീകരിച്ച യൂണിവേഴ്സിറ്റിയായ കോർണൽ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിലെ ഡോക്ടർ റസൽ എൽ സെസൽ ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന സാധാരണമായ 4 അവസ്ഥകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവയാണ് മാരിറ്റൽ ഷിപ്റെക് അഥവാ വൈവാഹിക തകർച്ച, സാമ്പത്തിക ദുരന്തവും ദുഃഖവും, ഏകാന്തതയും ആശങ്കയും, ലോങ് ചെറിഷ്ഡ് റിസെന്റ്മെന്റ് അഥവാ ദീർഘനാളായുള്ള നീരസങ്ങൾ. സ്വാഭാവികമായും ഈ 4 വൈകാരിക സാഹചര്യങ്ങൾ സന്ധിവേദനയുടെ ഒരേയൊരു കാരണങ്ങളിൽ നിന്നും വളരെ അകലെയാണ്. വിവിധ കാരണങ്ങളാൽ പലതരത്തിലുള്ള സന്ധിവാതങ്ങളുണ്ട്. പക്ഷേ ആർത്രൈറ്റിസ് കൊണ്ടുവരുന്ന ഏറ്റവും സാധാരണമായ അവസ്ഥകൾ ഡോക്ടർ റസൽ എൽ സെസിൽ പട്ടികപ്പെടുത്തിയ 4 എണ്ണമാണ്. ഉദാഹരണത്തിന്, ഒരിക്കൽ രചയിതാവിന്റെ ഒരു സുഹൃത്ത് വിഷാദാവസ്ഥയിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാൾക്ക് അനുഭവിക്കേണ്ടതായി വന്നു. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് സന്ധിവാതമുണ്ടായി. മരുന്നും ചികിത്സയുമൊക്കെ നൽകിയിട്ടും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ അവരുടെ സന്ധിവാതം തുടർന്നു. അപ്പോൾ നമ്മളിലുണ്ടാകുന്ന മിക്ക അസുഖങ്ങളും നമ്മുടെ വേവലാതികളിൽ നിന്ന് ഉടലെടുക്കുന്നതാണെന്ന് നിങ്ങൾ ഇപ്പോൾ കേട്ട കഥയിലൂടെ മനസ്സിലാകുമെന്ന് രചയിതാവ് സൂചിപ്പിക്കുന്നു. നിരന്തരമായ മഴത്തുള്ളി പോലെയാണ് ആശങ്ക എന്ന് രചയിതാവ് ഈ അധ്യായത്തിലൂടെ ഉപമിക്കുന്നു. നിരന്തരമായ ആശങ്കകൾ പലപ്പോഴും പുരുഷന്മാരെ ഭ്രാന്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. ഇതിനെ മറികടക്കാൻ നാം ഓരോരുത്തരും മനസ്സിന് ധൈര്യവും ബലവും കൊടുക്കണമെന്നാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. ശ്രോതാക്കൾ മുൻപത്തെ അധ്യായത്തിൽ കേട്ട വില്ലീസ് എച്ച് കാരിയറിന്റെ മാന്ത്രിക സൂത്രവാക്യം നിങ്ങളുടെ എല്ലാ ആശങ്കകളും പരിഹരിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ചോദ്യത്തിന് എന്താണുത്തരം? പ്രശ്നവിശകലനത്തിന്റെ 3 അടിസ്ഥാന ഘട്ടങ്ങൾ പഠിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആശങ്കകളെ നേരിടാൻ നാം സ്വയം സജ്ജരാകണമെന്നതാണ് ഇതിനുള്ള ഉത്തരമെന്ന് രചയിതാവ് പറയുന്നു. ആ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. ഒന്നാമത്തെ ഘടകം ഗെറ്റ് ദ ഫാക്ട്സ് അഥവാ
വസ്തുതകൾ മനസ്സിലാക്കുക എന്നതാണ്. രണ്ടാമത്തെ ഘടകം അനാലിസിസ് ദ ഫാക്ട്സ് അഥവാ വസ്തുതകൾ വിശകലനം ചെയ്യുക. മൂന്നാമത്തെ ഘടകം അറൈവ് അറ്റ് എ ഡിസിഷൻ ആൻഡ് ദെൻ ആക്ട് ഓൺ ദാറ്റ് ഡിസിഷൻ അഥവാ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക, തുടർന്ന് ആ തീരുമാനം നടപ്പിലാക്കുക എന്നതാണ്. ഇതിലെ ആദ്യത്തെ ഘടകം നമുക്ക് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. വസ്തുതകൾ വിശകലനം ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. കൊളംബിയ കോളേജിന്റെ തലവനായിരുന്ന അന്തരിച്ച ഹെർബർട്ട് ഇ ഹോക്സിന്റെ ആശയമായിരുന്നു ഫാക്ട്സ് അനാലിസിസ് ചെയ്യുക എന്നത്. 2 ലക്ഷം വിദ്യാർത്ഥികളെ അവരുടെ വിഷമകരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സഹായിച്ചിരുന്നു. മനുഷ്യരിലെ ഉത്കണ്ഠയുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് അവരിലെ ആശയക്കുഴപ്പമാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തലെന്ന് രചയിതാവ് പറയുന്നു. ലോകത്തിലെ പകുതി ആശങ്കകളുമുണ്ടാകുന്നത് ഒരു തീരുമാനമെടുക്കാൻ ആവശ്യമായ അറിവ് ലഭിക്കുന്നതിന് മുൻപ് ആളുകൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. നമ്മളിൽ ഭൂരിഭാഗവും എന്താണ് ചെയ്യുന്നത്? ആന്ദ്രേ മൗറോയിസ് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുമായി യോജിക്കുന്നതെല്ലാം ശരിയാണെന്ന് നമുക്ക് തോന്നുന്നു, അല്ലാത്തതെല്ലാം നമ്മെ രോക്ഷാകുലരാക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എന്നതിൽ അതിശയിക്കാനുണ്ടോ? നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? നമ്മുടെ വികാരങ്ങളെ നമ്മുടെ ചിന്തകളിൽ നിന്ന് അകറ്റി നിർത്തണം. കൂടാതെ ഡീൻ ഹോക്സ് പറഞ്ഞതുപോലെ നിഷ്പക്ഷവും വസ്തുനിഷ്ഠവുമായ രീതിയിൽ നാം വസ്തുതകൾ മനസ്സിലാക്കിയെടുക്കണം. നാം വിഷമിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങൾ ഉയർന്നുവരുന്നു. അത് വേണ്ട. അതാണ് നാം ആദ്യം തുടച്ചുമാറ്റേണ്ടത്. തോമസ് ആൽവ എഡിസൺ മരണസമയത്ത് അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വസ്തുതകൾ നിറഞ്ഞ 2500 നോട്ട്ബുക്കുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. അതിനാൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ആദ്യത്തെ റൂൾ ഗെറ്റ് ദ ഫാക്ട്സ് അഥവാ വസ്തുതകൾ നേടുക എന്നതാണ്. ഡീൻ ഹോക്സ് ചെയ്തത് തന്നെ നമുക്കും ആവർത്തിക്കാമെന്ന് രചയിതാവ് പറയുന്നു. അതായത് എല്ലാ വസ്തുതകളും സത്യസന്ധതയോടുകൂടി ശേഖരിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നാം ശ്രമിക്കരുത്. ലോകത്തിലെ എല്ലാ വസ്തുതകളും നാം വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണം. വാസ്തവത്തിൽ ഒരു കടലാസിൽ വസ്തുതകൾ എഴുതുകയും നമ്മുടെ പ്രശ്നം വ്യക്തമായി പ്രസ്താവിക്കുകയും ചെയ്താൽ വിവേകപൂർണമായ ഒരു തീരുമാനത്തിലെത്താൻ നമ്മെ സഹായിക്കുന്നതിന് അത് വളരെയേറെ പ്രയോജനപ്പെടുന്നു എന്നും രചയിതാവ് അഭിപ്രായപ്പെടുന്നു. നമ്മൾ വസ്തുതകളെ അടിസ്ഥാനമാക്കി ശ്രദ്ധാപൂർവം തീരുമാനമെടുത്താൽ വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിൽക്കാതെ മനസ്സിൽ തീരുമാനിച്ച പ്രവർത്തനത്തിലേക്ക് പോവുക എന്നാണ് സൈക്കോളജിസ്റ്റായ വില്യം ജെയിംസ് പറയുന്നത്. ഒരിക്കൽ ഒക്ലഹോമയിലെ ഏറ്റവും പ്രമുഖ എണ്ണ ഉൽപ്പാദകരിലൊരാളായ വെയ്ഡ് ഫിലിപ്സിനോട് അദ്ദേഹം എങ്ങനെയാണ് തീരുമാനങ്ങൾ നടപ്പാക്കിയതെന്ന് കാർണഗി ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒരു പരിധിക്കപ്പുറം നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആശയക്കുഴപ്പവും ആശങ്കയും സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ അന്വേഷണവും ചിന്തയും നമ്മളിലുണ്ടായാൽ അതൊക്കെ ദോഷകരമാകുന്ന ഒരു സമയം നമുക്കുണ്ടാവും. നമ്മുടെ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. മനുഷ്യനുണ്ടാകുന്ന ചെറിയ ഒരു വീഴ്ച മതി അയാളുടെ ജീവിതം താളം തെറ്റാൻ. നമ്മൾ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അല്ലേ? അല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. അതാണ് വാസ്തവം. അടുത്തതായി ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് അദ്ദേഹത്തിന്റെ ബിസിനസ് ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണെന്ന് രചയിതാവ് ഈ അധ്യായത്തിലൂടെ പങ്കുവെക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മുൻനിര പ്രസിദ്ധീകരണശാലകളിലൊന്നിന്റെ പങ്കാളിയും ജനറൽ മാനേജരുമായ ലിയോൺ ഷിങ്കിന്റെ അനുഭവം നമുക്കൊന്ന് കേട്ടുനോക്കാം. 15 വർഷത്തോളം അദ്ദേഹം ബിസിനസ് കോൺഫറൻസുകൾ നടത്താനും അതിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുമായി ഒരു ദിവസത്തിന്റെ പകുതിയിലേറെ സമയവും ചിലവഴിച്ചിരുന്നു. എന്തു ചെയ്യണം, എന്തു ചെയ്യണ്ട, അതോ ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കണോ എന്ന പല ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം മിക്ക സമയങ്ങളിലും ടെൻഷനടിച്ചിരിക്കുകയും ആളുകളുമായി തർക്കിക്കുകയും ഭ്രാന്തനെപ്പോലെ നടക്കുകയും ചെയ്യുമായിരുന്നു. ജീവിതകാലം മുഴുവൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് അദ്ദേഹം കരുതി. കാരണം 15 വർഷത്തോളമായി അദ്ദേഹം ഇതുപോലെ മാനസിക വിഭ്രാന്തിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷനടിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാകില്ലെന്ന് ആരെങ്കിലും അദ്ദേഹത്തോട് പറഞ്ഞുകൊടുത്തിരുന്നെങ്കിൽ ലിയോൺ ഒരു നിമിഷം അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുമായിരുന്നു. അദ്ദേഹം സ്വയം ഒരു പദ്ധതി ആവിഷ്കരിച്ചു. 8 വർഷമായി അദ്ദേഹം ഈ പ്ലാൻ ഉപയോഗിക്കുന്നു. ലിയോൺ കാര്യക്ഷമതയ്ക്കും ആരോഗ്യത്തിനും സന്തോഷത്തിനും വേണ്ടി അത് ഉപയോഗിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ഇത് ഒരു മാന്ത്രിക വിദ്യ പോലെയാണെന്ന്
അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ഉപയോഗിച്ച ആ പ്ലാൻ എന്തായിരിക്കും? ആ സീക്രട്ട് മെത്തേഡ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി 15 വർഷമായി അദ്ദേഹം തന്റെ കോൺഫറൻസുകളിൽ ഫോളോ ചെയ്തിരുന്ന രീതി നിർത്തലാക്കി. എന്നിട്ട് 4 ചോദ്യങ്ങളടങ്ങുന്ന ഒരു മെമ്മറാണ്ടം തയ്യാറാക്കി സമർപ്പിക്കാൻ തന്റെ അസോസിയേറ്റ്സിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ആ 4 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, എന്താണ് നിങ്ങളുടെ പ്രശ്നം? പണ്ടൊക്കെ ബിസിനസ്സിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ മണിക്കൂറുകളോളം അദ്ദേഹം കോൺഫറൻസുകളിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ പിന്നീട് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്നതിനായി ടീമിലുള്ളവർ ഉൾപ്പെടെ എല്ലാവരും മുന്നോട്ട് വന്നതായി ലിയോൺ പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, എന്താണ് ആ പ്രശ്നത്തിന്റെ കാരണം? അദ്ദേഹം തന്റെ കരിയറിനെ തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഫറൻസുകളിൽ പ്രശ്നത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാതെ അദ്ദേഹം പാഴാക്കിയ മണിക്കൂറുകളെ ഓർത്ത് സ്വയം പരിഭ്രാന്തനാകുന്നു. അതായത് ആ സമയത്തൊക്കെ ആകുലതകളാൽ മനസ്സ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഉത്കണ്ഠകളെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം അതിന്റെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ എന്താണെന്ന് ലിയോൺ സ്വയം അന്വേഷിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ചോദ്യം, പ്രശ്നത്തിന് സാധ്യമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? പണ്ട് ബിസിനസ് നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടായാൽ അതിന്റെ പരിഹാര പ്രക്രിയയെക്കുറിച്ച് കോൺഫറൻസിൽ ഒരാൾ ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. കോൺഫറൻസിലെ മറ്റുള്ളവർ അതിനോട് ചിലപ്പോൾ യോജിക്കില്ല. അങ്ങനെ അവിടെ തർക്കമുണ്ടാകും. കോൺഫറൻസിലുള്ളവർ തമ്മിൽ ബഹളവും ദേഷ്യത്തോടെയുള്ള സംസാരങ്ങളും മറ്റും ഉടലെടുക്കും. എന്നാൽ ഇപ്പോൾ പ്രശ്നമെന്താണെന്ന് സ്വയം മനസ്സിലാക്കുകയും അതിന്റെ പരിഹാരങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നാലാമത്തെ ചോദ്യം, എന്ത് പരിഹാരമാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? പണ്ട് കോൺഫറൻസിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ പ്രശ്നത്തിന്റെ സാധ്യമായ എല്ലാ പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് ചിന്തിക്കാതെ മറ്റെന്തെങ്കിലും ഇരുന്ന് ആലോചിച്ച് സ്വയം സമയം കളയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ടെത്തിയ പരിഹാരങ്ങളിൽ നല്ലതേതാണെന്ന് കണ്ടെത്തി അത് നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഈ 4 ചോദ്യങ്ങളടങ്ങുന്ന മെമ്മറാണ്ടം തയ്യാറാക്കി കഴിഞ്ഞതോടെയാണ് ലിയോണിന്റെ അസോസിയേറ്റ്സിന് സ്വയം പ്രശ്നങ്ങൾ ചിന്തിക്കാനും അതിനുവേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താനും അത് നടപ്പിലാക്കാനുള്ള കഴിവും ആത്മവിശ്വാസവും ഉണ്ടായത് എന്നാണ് രചയിതാവ് പറയുന്നത്. ഇതായിരുന്നു ലിയോൺ കണ്ടെത്തിയ വഴി. ബിസിനസ് ജീവിതമെന്ന് പറയുന്നത് ആശങ്കകളുടെയും നിരാശയുടെയും പ്രതീക്ഷകളുടെയും ലോകമാണ്. ചിട്ടയോടെ പടിപടിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കൂ. നമുക്ക് എന്തും ചെയ്യാനും ചിലതൊക്കെ നിയന്ത്രിക്കാനും കഴിയുമെന്ന് കാർണഗി ചില ഉദാഹരണങ്ങളിലൂടെ പറയുന്നു. വറി അഥവാ ഉത്കണ്ഠ എന്നത് എല്ലാ മനുഷ്യരിലുമുണ്ട്. അതിനെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വയം വലിച്ചിടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയൊരവസ്ഥയുണ്ടാവാതിരിക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ശ്രോതാക്കൾക്ക് നിങ്ങളുടെ ബിസിനസ് പ്രശ്നങ്ങൾ നേരിടാൻ ഈ ചോദ്യങ്ങൾ പ്രയോഗിക്കാമോ? അതിന് നിങ്ങൾക്ക് സാധിക്കുമോ? പലർക്കും കഴിയില്ല എന്നതാണ് സത്യം. അതിന് ചില കാരണങ്ങളുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ആശങ്കകൾ 50% കുറയ്ക്കാൻ ഈ ചോദ്യങ്ങൾക്ക് കഴിയുമെന്ന് രചയിതാവ് ഉറപ്പിച്ചു പറയുന്നു. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നുകൂടി കേട്ടുനോക്കാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് ആ പ്രശ്നത്തിന്റെ കാരണം? പ്രശ്നത്തിന് സാധ്യമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? എന്ത് പരിഹാരമാണ് നിങ്ങൾ നിർദ്ദേശിക്കുന്നത്? ഉത്കണ്ഠ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനെ പടിപടിയായി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുവഴി ജീവിത വിജയം നേടുക. വിഷമിച്ച് പരാജിതരായിരുന്ന സമയം കളയാതെ മനസ്സിന് ധൈര്യം കൊടുത്ത് മുന്നേറുക. ഈ അധ്യായത്തിലൂടെ രചയിതാവ് തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങളാണ് വ്യക്തമായി പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ഉത്കണ്ഠ എങ്ങനെ നമുക്ക് ബ്രേക്ക് ചെയ്യാമെന്നതിനെക്കുറിച്ച് കേട്ടുനോക്കാം. കാർണഗിയുടെ ക്ലാസ്സിലെ മാരിയോൺ ഡി ഡഗ്ലസ് എന്ന വിദ്യാർത്ഥിയുടെ ജീവിതത്തിലുണ്ടായ ഒരു കഥയിലൂടെയാണ് രചയിതാവ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഡഗ്ലസിന്റെ വീട്ടിൽ 2 തവണ ദുരന്തം സംഭവിച്ചതെങ്ങനെയെന്ന് അദ്ദേഹം രചയിതാവിനോട് പറയുന്നു. ആ ദുരന്തമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ 5 വയസ്സുകാരിയായ മകളെ നഷ്ടപ്പെട്ടതാണ്. ആ നഷ്ടത്തിൽ നിന്ന് കരകയറുന്നതിനു മുൻപ് തന്നെ അടുത്ത നഷ്ടവും അദ്ദേഹത്തിനും ഭാര്യയ്ക്കും സംഭവിച്ചു. 10 മാസത്തിനു ശേഷം അവർക്ക് മറ്റൊരു പെൺകുട്ടിയുണ്ടായി. എന്നാൽ അവൾ ജനിച്ച് 5 ദിവസത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. ഈ അവസ്ഥ അവരിരുവർക്കും സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഡഗ്ലസിന് ഈ ദാരുണമായ അവസ്ഥ മറികടക്കാൻ സാധിക്കുന്നില്ല. ഉറക്കമില്ലാത്ത രാത്രികളും വിശ്രമമില്ലാത്ത ദിവസങ്ങളുമായി അദ്ദേഹം ഭ്രാന്തനെ പോലെ നടന്നു. അങ്ങനെ അവസാനം അദ്ദേഹം 2 ഡോക്ടർമാരെ കാണാൻ പോയി. ഒരാൾ ഉറക്കഗുളികയും
മറ്റൊരാൾ യാത്രയും ശുപാർശ ചെയ്തു. അദ്ദേഹം അത് രണ്ടും പരീക്ഷിച്ചു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ സഹായിച്ചില്ല. അദ്ദേഹം ദുഃഖത്തിന്റെ പിരിമുറുക്കത്തിൽ സമനില തെറ്റി നടന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് അദ്ദേഹത്തിന്റെ 4 വയസ്സുള്ള മകൻ അദ്ദേഹത്തോട് ഒരു ബോട്ടുണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് അത് ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ലായിരുന്നു. കുട്ടിയുടെ നിർബന്ധത്താൽ അദ്ദേഹം ബോട്ടുണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം 3 മണിക്കൂറെടുത്തു ആ ബോട്ടുണ്ടാക്കിയെടുക്കാൻ. ആ ബോട്ട് പണിയാൻ ചിലവഴിച്ച ആ 3 മണിക്കൂർ എത്രയോ മാസങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ലഭിച്ച മാനസിക ഉന്മേഷത്തിന്റെയും സമാധാനത്തിന്റെയും ആദ്യ മണിക്കൂറുകളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആസൂത്രണവും ചിന്തയും ആവശ്യമുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് സാധ്യമായ കാര്യമല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം തന്റെ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി. വീട്ടിൽ ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായ നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. ബുക്ക് കേസുകൾ, സ്റ്റെയർ സ്റ്റെപ്പുകൾ, വിൻഡോകൾ, വിൻഡോ ഷെയ്ഡുകൾ, നോബുകൾ, ലോക്കുകൾ, ചോർച്ചയുള്ള ടാപ്പുകൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം അവയിൽ ഭൂരിഭാഗവും പൂർത്തിയാക്കി. സാമൂഹ്യമായ പ്രവർത്തനങ്ങളും മറ്റുമായി അദ്ദേഹം തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആഴ്ചയിൽ 2 രാത്രികൾ അദ്ദേഹം ന്യൂയോർക്കിലെ അഡൽട്ട് എഡ്യൂക്കേഷൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്നു. കൂടാതെ അദ്ദേഹം ഇപ്പോൾ ഒരു സ്കൂൾ ബോർഡിന്റെ ചെയർമാനാണ്. ഇതിനോടൊപ്പം റെഡ് ക്രോസിനും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായി പണം ശേഖരിക്കുന്നു. ഇപ്പോൾ ഡഗ്ലസ് വളരെ തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഷമിക്കാൻ സമയമില്ല. അദ്ദേഹത്തിന്റെ നിരാശ നിറഞ്ഞ അവസ്ഥയും ഉന്മേഷം നിറഞ്ഞ അവസ്ഥയുമാണ് രചയിതാവ് ഇവിടെ പറഞ്ഞത്. ആകുലതകളിൽ നിന്ന് കരകയറാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത മാർഗവും നിങ്ങൾക്ക് വ്യക്തമായി എന്ന് കരുതുന്നു. മറ്റാരുടെയും സഹായങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വേദനാജനകമായ അവസ്ഥകളെ മറികടക്കാൻ സാധിക്കുമെന്ന് ഡഗ്ലസിന്റെ ജീവിതകഥയിലൂടെ രചയിതാവ് മനസ്സിലാക്കിത്തരുന്നു. ഒക്യുപേഷണൽ തെറാപ്പി എന്നത് ഇപ്പോൾ സൈക്യാട്രി വിഭാഗക്കാർ ഉപയോഗിക്കുന്ന പദമാണ്. ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുൻപ് പഴയ ഗ്രീക്ക് വൈദ്യന്മാർ ഈ പദം ഉപയോഗിച്ചിരുന്നു. ബെൻ ഫ്രാങ്ക്ലിന്റെ കാലത്ത് ഫിലാഡൽഫിയയിൽ ക്വാക്കർമാർ ഒക്യുപേഷണൽ തെറാപ്പി ഉപയോഗിച്ചിരുന്നു എന്ന് രചയിതാവ് പറയുന്നു. ഹെൻറി ഡബ്ല്യു ലോങ്ഫെല്ലോയുടെ ഭാര്യയുടെ മരണം അദ്ദേഹത്തെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. മെഴുകുതിരിയിൽ കുറച്ച് സീലിംഗ് മെഴുക് ഉരുക്കിക്കൊണ്ടിരിക്കെ വസ്ത്രത്തിന് തീപിടിച്ചാണ് അവർ മരിച്ചത്. ലോങ്ഫെല്ലോയ്ക്ക് തന്റെ ഭാര്യയെ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം അവരുടെ അടുത്തെത്തിയപ്പോഴേക്കും അവർ പൊള്ളലേറ്റ് മരിച്ചിരുന്നു. ആ ഭയാനകമായ അനുഭവത്തിന്റെ ഓർമ്മയാൽ ലോങ്ഫെല്ലോ ഒരുപാട് നാൾ നിരാശയിൽ ജീവിച്ചു. തന്റെ കുട്ടികൾക്ക് തന്നെ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായപ്പോഴാണ് അദ്ദേഹം സങ്കടക്കടലിൽ നിന്നും കരകയറാൻ ശ്രമിച്ചത്. അദ്ദേഹം കുട്ടികളെ പുറത്ത് നടക്കാൻ കൊണ്ടുപോവുകയും അവർക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുകയും അവരോടൊപ്പം കളികളിലേർപ്പെടുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഭാര്യയുടെ വിയോഗത്തിൽ നിന്നുമുണ്ടായ വിഷമത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും കരകയറാൻ തുടങ്ങി. ചില കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നാൽ നമ്മുടെ ഒട്ടുമിക്ക ആകുലതകളും ഉത്കണ്ഠകളും ഇല്ലാതാകുമെന്ന് ലോങ്ഫെല്ലോയുടെ ഉദാഹരണത്തിലൂടെ രചയിതാവ് പറയുന്നു. ആശങ്കകൾക്കുള്ള പ്രതിവിധി എന്നു പറയുന്നത് ക്രിയാത്മകമായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ മുഴുകിയിരിക്കുക എന്നതാണെന്ന് രചയിതാവ് ഇവിടെ സൂചിപ്പിക്കുന്നു. ചിക്കാഗോയിൽ വെച്ച് കാർണഗി ഒരു വീട്ടമ്മയെ കണ്ടുമുട്ടി. ന്യൂയോർക്കിൽ നിന്ന് മിസൗറിയിലെ അദ്ദേഹത്തിന്റെ ഫാമിലേക്ക് പോകുമ്പോൾ ഡൈനിങ് കാറിൽ വെച്ചാണ് അദ്ദേഹം ഈ സ്ത്രീയെയും അവളുടെ ഭർത്താവിനെയും കണ്ടുമുട്ടിയത്. പേൾ ഹാർബർ സംഭവത്തിന്റെ പിറ്റേന്ന് അവരുടെ മകൻ ആംഡ് ഫോഴ്സിൽ ചേർന്നതായി അവർ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ആ ഏക മകനെ ഓർത്ത് ആകുലപ്പെട്ട് അവരുടെ ആരോഗ്യം ഏറെക്കുറെ തകർന്നതായി ആ സ്ത്രീ അദ്ദേഹത്തോട് പറഞ്ഞു. അവൻ എവിടെയായിരുന്നു? അവൻ സുരക്ഷിതനാണോ? അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ആരെങ്കിലും അവനെ കൊന്നോ? ഈ ചോദ്യങ്ങളൊക്കെ അവരെ നിരന്തരമായി അലട്ടുന്നുണ്ടെന്നും അവർ രചയിതാവിനോട് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഈ വിഷമത്തിൽ നിന്ന് അവർ മോചിതയായെന്ന് കാർണഗി ചോദിച്ചു. അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഞാൻ തിരക്കിലായിരുന്നു. വീട്ടിലെ ജോലിക്കാരിയെ പിരിച്ചുവിട്ടിട്ട് അവിടെയുള്ള ജോലികൾ എല്ലാം സ്വയം ചെയ്യാൻ ഞാൻ തുടങ്ങി. പക്ഷേ അതൊന്നും എന്നെ വിഷമത്തിൽ നിന്ന് കരകയറാൻ സഹായിച്ചില്ല. പുതിയ എന്തെങ്കിലും ജോലി എനിക്കാവശ്യമാണെന്ന് തോന്നിത്തുടങ്ങി. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഒരു സെയിൽസ് വുമണായി പ്രവേശിച്ചു. ആ ജോലി എന്നെ തികച്ചും തിരക്കിലാക്കി. ജോലിക്കാര്യമല്ലാതെ എന്റെ ചിന്തയിൽ വേറൊന്നുമുണ്ടായിരുന്നില്ല. വിഷമിക്കാനുള്ള സമയമോ ശക്തിയോ എനിക്ക് പിന്നീടുണ്ടായിട്ടില്ല. ഉത്കണ്ഠകളും ആകുലതകളും നിരാശയും നമ്മളിൽ നിന്ന് ഒരിക്കൽ ഒഴിഞ്ഞുപോകുമെന്നുള്ള യഥാർത്ഥ സത്യമാണ് ഈ ജീവിതാനുഭവങ്ങളിലൂടെ രചയിതാവ് വിവരിച്ചു തരുന്നത്. ദ സീക്രട്ട് ഓഫ് ബീയിങ് മിസറബിൾ ഈസ് ടു ഹാവ് ദ ലിഷർ ടു ബോദർ അബൌട്ട് വെദർ യു ആർ ഹാപ്പി ഓർ നോട്ട്.
ജോർജ് ബെർണാഡ് ഷായുടെ വാക്കുകളാണിത്. നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുകയും സന്തോഷവും ആത്മവിശ്വാസവും തരുന്ന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണമെന്ന് രചയിതാവ് ഇവിടെ സൂചിപ്പിക്കുന്നു. തിരക്കിലാവുക, മറ്റു ജോലികളിലേക്ക് ശ്രദ്ധ തിരിക്കുക, അങ്ങനെ വളരെ വേഗം നിങ്ങളുടെ ഈ പോസിറ്റിവിറ്റി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉത്കണ്ഠ എന്ന മാരകമായ അവസ്ഥയെ ഒഴിവാക്കാൻ സഹായിക്കും. ഗെറ്റ് ബിസി ആൻഡ് കീപ് ബിസിയാണ് ഉത്കണ്ഠയെ ചികിത്സിക്കാനുള്ള ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ഔഷധം. എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ശീലം തകർക്കാൻ കർണഗി നിർദ്ദേശിക്കുന്ന ഒന്നാമത്തെ റൂളാണ് ഉത്കണ്ഠയാൽ മനസ്സിനെ തളർത്താതെ മനസ്സിന് സന്തോഷവും ഉണർവും കിട്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത്. ദ വീക്ക് മാഗസിനിൽ ആൻഡ്രേ മൗറീസ് പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതം ചെറുതാണ്, അതുകൊണ്ട് ഇനിയും അതിന് ചെറുതാകാനും പറ്റില്ല എന്ന ഡിസ്രേലിയുടെ വാക്കുകൾ വേദനാജനകമായ പല അനുഭവങ്ങളിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നിന്ദിക്കുകയും മറക്കുകയും ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളിൽ അസ്വസ്ഥരാകാൻ നാം നമ്മെ തന്നെ അനുവദിക്കുന്നു. നാം ഈ ചെറിയ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ ഏതാനും ദശകങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമ്മളിൽ പലരും മറന്നുകളയേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആശങ്കയിൽ ജീവിക്കുകയാണ്. പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യേണ്ട സമയങ്ങളിലാണ് നാം ഇങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിലെ കുറെ നല്ല നിമിഷങ്ങൾ നമുക്ക് നഷ്ടമാകും. അതിനു പകരം നമുക്ക് നമ്മുടെ ജീവിതം മൂല്യവത്തായ പ്രവൃത്തികൾക്കും മഹത്തായ ചിന്തകൾക്കും സാന്ത്വനം നിറഞ്ഞ വാത്സല്യങ്ങൾക്കും സ്ഥായിയായ ഉദ്യമങ്ങൾക്കും സമർപ്പിക്കാം. എന്തെന്നാൽ ജീവിതം വളരെ ചെറുതാണ്. റുഡ്യാർഡ് കിപ്ലിങ്ങിനെപ്പോലെ പ്രസിദ്ധനായ ഒരു വ്യക്തി ചിലപ്പോഴൊക്കെ ജീവിതം വളരെ ചെറുതാണ് എന്ന കാര്യം മറന്നു പോകാറുണ്ട്. അദ്ദേഹത്തിന്റെ വെർമിൻഫ്യൂഡ് എന്ന പുസ്തകത്തിന്റെ കഥയാണ് അടുത്തതായി രചയിതാവ് പറയുന്നത്. കാരലിൻ ബാലസ്റ്റിയർ എന്ന വേർമൻ പെൺകുട്ടിയെ കിപ്ലിംഗ് വിവാഹം കഴിച്ചു. വെർമോണ്ടിലെ ബ്രാറ്റിൽബോറോയിൽ ഒരു മനോഹരമായ വീട് പണിത് അവർ ഇരുവരും അവിടെ സ്ഥിരതാമസമാക്കി. അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ അവിടെ ചിലവഴിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു. വൈകാതെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ബെറ്റി ബാലസ്റ്റിയർ കിപ്ലിങ്ങിന്റെ ഉറ്റ സുഹൃത്തായി മാറി. രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയും അവരുടെ ജീവിതം സന്തോഷകരമായി മുന്നോട്ടു പോവുകയും ചെയ്തു. ഓരോ സീസണിലും വൈക്കോൽ മുറിക്കാൻ ബാലസ്റ്റിയറിനെ അനുവദിക്കുമെന്ന ധാരണയോടെ കിപ്ലിംഗ് ബാലസ്റ്റിയറിൽ നിന്നും കുറച്ചു ഭൂമി വാങ്ങി. ഒരു ദിവസം ഈ പുൽത്തകിടിയിൽ കിപ്ലിംഗ് പൂന്തോട്ടം വെക്കുന്നത് ബാലസ്റ്റിയർ കണ്ടെത്തി. അദ്ദേഹത്തിന് അതിഷ്ടമായില്ല. അദ്ദേഹം കിപ്ലിങ്ങിന് നേരെ വെടിവെച്ചു. കിപ്ലിംഗ് തിരിച്ചും വെടിവെച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിപ്ലിംഗ് സൈക്കിൾ ചവിട്ടി പുറത്തേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരൻ ഒരു വണ്ടിയും ഒരു കൂട്ടം കുതിരകളെയും പെട്ടെന്ന് റോഡിന് കുറുകെ ഓടിക്കുകയും കിപ്ലിങ്ങിനെ ഒരു പ്രശ്നമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഈ ചെറിയ വഴക്കിനെ തുടർന്ന് കിപ്ലിങ്ങിനും ഭാര്യയ്ക്കും അവരുടെ അമേരിക്കൻ ജീവിതം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നു. വെറുമൊരു നിസ്സാര കാര്യത്തെച്ചൊല്ലി തുടങ്ങിയ ആ വഴക്ക് വലിയ ടെൻഷനായി മാറുകയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. ജീവിതം ഒന്നേയുള്ളൂ. ആ ജീവിതം വളരെ ചെറുതുമാണ്. അതുകൊണ്ട് ഉള്ള സമയം സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ജീവിക്കാൻ നാം ശ്രമിക്കണമെന്നാണ് ഇപ്പോൾ കേട്ട കഥയിലൂടെ രചയിതാവ് വ്യക്തമാക്കിയത്. നാം നിന്ദിക്കുകയും മറക്കുകയും ചെയ്യേണ്ട ചെറിയ കാര്യങ്ങളിൽ സ്വയം അസ്വസ്ഥരാകാൻ നമ്മെ അനുവദിക്കരുത്. വരീസ് നിങ്ങളെ തകർക്കുന്നതിനു മുൻപ് അതിനെ തിരിച്ച് നമ്മൾ തകർക്കുന്നതിനുള്ള രണ്ടാമത്തെ റൂളായി കാർണഗി ഈ അധ്യായത്തിലൂടെ പറയുന്നത്. ലൈഫ് ഈസ് ടു ഷോർട്ട് ടു ബി ലിറ്റിൽ എന്ന സത്യം നിങ്ങൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കണമെന്നും രചയിതാവ് അഭ്യർത്ഥിക്കുന്നു. ഉത്കണ്ഠയെ തകർക്കാനുള്ള മറ്റു വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ കേട്ടു മനസ്സിലാക്കാം.